ആദ്യം തന്നെ പറയാം, എനിക്ക് ഈ പൃഥ്വിരാജിൻ്റെ പരിപാടികളൊന്നും ഇഷ്ടമില്ല. പൃഥ്വിരാജിൻ്റെ പടവോ പൃഥ്വിരാജിൻ്റെ അഭിനയമോ ഒന്നും താല്പര്യമില്ല. പൃഥ്വിരാജ് ഈ കാണിച്ചുകൊണ്ട് നടക്കുന്ന കൂത്ത ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും വലിയ താല്പര്യമൊന്നും തോന്നാറില്ല. കാരണം അത് ഇംഗ്ലീഷ് അല്ല. ഇംഗ്ലീഷുകാരുടെ അടുത്ത് നിന്ന് ഈ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. അത് നിങ്ങൾക്ക് വെറുതെ 2 വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ ഈ ഇംഗ്ലീഷ് പറയുന്ന ഒരു വലിയ ബുദ്ധിമാന്മാരാന്നുള്ള ധാരണയും എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം പറയാനുണ്ട്. പൃഥ്വിരാജ് ഷോ ഓഫും പരിപാടിയൊക്കെ നടത്തും. ഇപ്പോൾ വന്നിരുന്ന് വലിയ വലിയ ഡയലോഗ് അടിച്ചപ്പോഴും എനിക്ക് ഇവരെ പറ്റിയൊക്കെ നല്ല ധാരണ ഉള്ള കൊണ്ട് പറയാം, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല ഇയാൾ. പക്ഷേ ഉണ്ടല്ലോ, ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇങ്ങനെ ഇന്നൊരു ഈ നിലയിലെത്തുമ്പോൾ അയാൾ ഒരു സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അത് പുതിയ കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അവരും സ്ട്രഗിൾ ചെയ്യുന്നത് പ്രത്യേക ഒരു ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലത്തെ അന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരാളെയൊക്കെയോ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്കും ഇവരുടെ അപ്ബ്രിങ്ങിങ് എന്ന് വേണം പറയാൻ, അല്ലേ? ശരിയല്ലേ? പേരൻറ്റിങ് എന്ന് പറയാൻ പറ്റില്ല. അവരൊരു കരിയറിൽ എത്തിക്കഴിയുമ്പോൾ അവർ ആ ഒരു മേഖലയിൽ അവർ പ്രവർത്തിച്ച് പരിചയം ഉണ്ടാവുന്നു. ആ പ്രവർത്തന പരിചയത്തിൻ്റെ എന്താ പറഞ്ഞ മികവിൽ എന്ന് വേണം പറയാൻ അവർ ചിലപ്പോൾ ഒരു ഉന്നത നിലയിലേക്ക് എത്തിയെന്നിരിക്കാം. അവരുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ കാണുന്നതും എടുക്കുന്നതും. അവിടുത്തെ പൊളിറ്റിക്സും എല്ലാം അവിടുത്തെ ആ ഒരു സിസ്റ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം പോകാൻ. അത് പൃഥ്വിരാജിന് അത്ര എളുപ്പമൊന്നുമല്ലാന്ന്. പൃഥ്വിരാജിന് നല്ല ഒന്നാം തരം പടമായിരുന്നു ഈ എന്താ പറയുക, പൃഥ്വിരാജിനെ കൊണ്ടല്ല അത് ഒന്നാം തരം ആകുന്നത്. മറ്റേ മനോജ് കെ ജനൊക്കെ ഉള്ളൊരു പടമുണ്ടല്ലോ, എനിക്ക് അതിൻ്റെ ഈ പേര് പെട്ടെന്ന് ചിലപ്പോൾ കിട്ടത്തില്ല. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. യേശുദാസ് പാടിയതുകൊണ്ട് അലമ്പുണ്ട്, അത്രേ ഉള്ളൂ. ആ പടം അതങ്ങനെയാണ് പാടുമ്പോൾ, സാഗര സൗന്ദര്യം കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമേ ചിരനുരയും ചുരുൾമുടിയിൽ. എന്തുവാടാ അതിൻ്റെ പേര്? അത് മനോജ് കെ ജയൻ തകർത്ത്. പിന്നെ അത് കുറച്ച് നല്ല പടമാണ് അത്. ആ പടം ഞാൻ തിയേറ്ററിൽ കാണാൻ നോക്കിയപ്പോൾ കൊള്ളാവുന്ന തിയേറ്ററിലൊന്നും ആ പടം ഇല്ല. ആ സമയത്ത് ഓടുന്നത് ലയൺ എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു അളിഞ്ഞ പടം. ഇന്ന് 2 പടം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏതാണ് തിയേറ്ററിൽ കാണേണ്ടിയിരുന്നത്? നല്ല തിയേറ്ററുകളിൽ ഏത് പടമാണ് വരേണ്ടിയിരുന്നത്? എനിക്ക് ആ കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൃഥ്വിരാജിനോട് ഞാൻ പറഞ്ഞില്ലേ കൊള്ളത്തൊന്നുമില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാരണം വെച്ച് മാത്രം കേട്ടോ ഈ വീഡിയോ. അല്ലാതെ അങ്ങനത്തെ ഒരു പടം ഈ സ്റ്റോപ്പ് വയലൻസ് എന്നൊരു പടത്തിനകത്ത് വയലൻസ് എന്ന് എഴുതിയതിനകത്ത് ഭയങ്കരമായി എന്തോ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ തല വെട്ടിക്കളയുന്നിടത്തും കൊച്ചിനെ കത്തിക്ക് കുത്താൻ പോകുന്നിടത്തും ഒന്നും വയലൻസ് കാണാത്ത ഏതോ സെൻസർ ബോർഡുകാർ സ്റ്റോപ്പ് വയലൻസ് എന്നാക്കി. ആ സിനിമ നല്ല സിനിമയാണ്, അതിൻ്റെ കഥയെന്നൊക്കെ വെച്ചാൽ അന്യായ ഒരു കഥയാണ്. അത് സൂപ്പർ പടമാണ്. അന്ന് ഞങ്ങൾ അത് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ തിയേറ്ററിലൊന്നും അങ്ങനെ വലിയ സംഭവം ആകുന്നില്ല. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ പടം ശരിക്കും അതാ. നന്ദനം 2ാമത്തെ പടമാണെന്ന് തോന്നുന്നു. പക്ഷെ ആദ്യം റിലീസായത് നന്ദനമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വയലൻസ് റിലീസാവുന്നത്. അതിനകത്ത് രസമാണ് പടമൊക്കെ, ഒരു പ്രത്യേക മൂഡിലും കണ്ടാൽ മതി. പക്ഷേ അതിന് ആ കഥയ്ക്കകത്തൊക്കെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഡയറക്ഷനും ഡയലോഗും എല്ലാം നല്ലതാണ്. പ്രത്യേക ഒരു രീതിയിലാണ് ആ കഥ പോകുന്നത്. ഇച്ചിരി വയലൻസ് ആണ് കഥ. അതിനകത്ത് പൃഥ്വിരാജ് കറക്റ്റാണ്, ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഇയാളുടെ പടങ്ങൾ തിയേറ്ററിൽ പലയിടത്തും എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെ തള്ളി ഈ സി ക്ലാസ്സിൽ വിടുന്നതിനകത്ത് മറ്റേതോ ലോബികളുടെ പ്രവർത്തനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിനകത്തൊക്കെ നിന്ന് ഇതിനോടൊക്കെ പോരാടി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ എൻ്റെയൊക്കെ കേസിലാണേലും ഞാൻ പറയില്ല, നമ്മുടെ ഈ ഒരു കാലഘട്ടം അതിനകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് മമ്മൂട്ടിക്കും ഉണ്ട്. മമ്മൂട്ടി തടിയാന്നും കഷൻ മുട്ടയാന്നൊക്കെ പറയുന്നിടത്ത് അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അയാൾ ആ ഇപ്പം കാണിച്ചതിനകത്ത് എല്ലാവരുടെ കയറി ഇവൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ കയറുന്നുണ്ട്. അതിൻ്റെ താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പൃഥ്വിരാജ് ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് പൃഥ്വിരാജിനോട് യാതൊരു താല്പര്യമില്ല. വേറെ അഭിനയിക്കാനൊന്നും കണക്കാണ്. ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ എങ്ങനെ കിട്ടിയോ എന്തോ വിറച്ചേനായിരിക്കും. പിന്നെ ഇവൻ്റെ തള്ളും ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പീര്. അടുത്ത ശരിക്കും മേടിച്ചു കൂട്ടാൻ പോകുന്ന ആൾ ഇയാൾ തന്നെയാണ്.
അത് യാതൊരു സംശയമില്ല. ആവശ്യമില്ലാത്തടത്ത് വന്ന് വലിയ ഷോ കാണിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് വേണ്ടങ്ങ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് ഒരുങ്ങി കെട്ടി വന്ന് കുറേ പ്രാവശ്യമായി ഇത് കാണുന്നത്. ഇനി ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് പൊളിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ അയാൾ പറയുന്നതിനകത്തുള്ള കുഴപ്പം എന്തുവാണ്. ആരും അതിന് മെനക്കെടുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ആരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് വലിയ സംഭവമൊന്നും ആകുന്നില്ല. പിന്നൊരു ആഷിക് കപൂർ എന്നാണ് ഇടയ്ക്ക്. ആഷിക് കപൂറിൻ്റെയൊക്കെ കാര്യങ്ങൾ വേറെ, അത് വേറൊരു ലൈനിൽ കൂടെ പോകുന്ന ആൾക്കാർ. ഇവരെല്ലാം എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ആഷിക് കപൂർ അവിടെ നിന്ന് റിസൈൻ ചെയ്തു, വേണ്ടൊക്കെ ആക്കി. മോഹൻലാൽ റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ റിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന പോലെ ബാക്കിയെല്ലാം കറക്റ്റാവട്ടെ ഇവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പരിപാടികൾ. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ പലതരത്തിലുള്ള കംപ്ലൈൻറ്റാണ് വരാൻ പോകുന്നത് വന്നാൽ തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർ അങ്ങനത്തെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പൃഥ്വിരാജൊന്നും അത്ര പ്രായമായിട്ടൊന്നും ഇല്ല, അത്ര അറഗൻസ് ഒന്നും കാണാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കോളും. ഇപ്പോൾ മറ്റവരെക്കാളും ഭേദമാണ്. തൽക്കാലം അതിനെയൊക്കെ അങ്ങോട്ട് വിട്ടിട്ടേ, അത്രയ്ക്ക് അങ്ങോട്ട് വിടണ്ട. വലിയ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതുവരെ കണ്ട ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വെച്ചിട്ട് അത് സ്ഥിരമാണ്. അതിങ്ങനെ ചാൻസ് കിട്ടിയാൽ വന്ന് ഇടയ്ക്ക് കയറി ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കുന്ന ഒരു സ്വഭാവം നേരത്തെ തൊട്ടേ ഉണ്ട് പുള്ളിക്ക്. അതിൽ എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പുള്ളി ഒന്ന് മെഴുകും. എന്നിട്ട് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി മൈക്കൊക്കെ പിടിച്ചിരിക്കുന്നതേ ഒരു പോസിലാണ്. ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊക്കെ. ഒരു സംഭവമൊക്കെ ഇട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈലിലെ പുള്ളി ഇരുന്ന്, പിന്നെ സംസാരത്തിലാണെങ്കിലും അറിയാലോ, എല്ലാം അറിയാവുന്ന ആളാണ്. ഈ ചോദ്യങ്ങളടക്കം നേരത്തെ ഫിക്സ് ചെയ്തിട്ട് പോയി ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തവർക്ക് അറിയാമോ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടാകുന്ന ആൾ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അകത്തെ കൂടെ കയറി ചാമ്പി കുറച്ച് റീച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പൃഥ്വിരാജ് ഇതുവരെ വന്ന ഒരു കംപ്ലയിൻസിലും പൃഥ്വിരാജിന് ഡയറക്റ്റ്ലി അത്ര ബന്ധമൊന്നുമില്ല. ഒരു സെറ്റിലൊരു സംഭവം നടന്ന് അറിഞ്ഞു, പിന്നീട് അയാൾ അത് അറിഞ്ഞ സമയത്താണ് ആക്ഷൻ എടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ തന്നെ അറിഞ്ഞാണോ അറിയാത്തതാണോ അറിയാത്ത പോലെ ഇരുന്നതാണോ എന്നുള്ളതിലൊന്നും നമുക്ക് വ്യക്തതയൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, അത് വരട്ടെ. അല്ല അങ്ങനെയല്ലേ, അല്ല അതിനിപ്പുറം കയറി അവനെ അങ്ങ് അടിച്ചതാക്കണമെന്ന് നിർബന്ധമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാരാ അതിൻ്റെ പുറകിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ? അത്ര നിർബന്ധമില്ലാത്ത അപ്പുറത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇന്ന് ഹോട്ടായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായാലും കേട്ടോ, എനിക്ക് കൂടുതൽ അറിയത്തില്ല, ഞാൻ ഇത്രേ കേട്ടുള്ളൂ. പുതിയത് വല്ലതും വന്നോന്ന് അറിയത്തില്ല. എന്നാണേലും കണ്ടത്രയും കണ്ടപ്പോൾ ഇതാ തോന്നി. ഇനിയും ബാക്കി വല്ലതും വരുവാണെങ്കിൽ അപ്പോൾ ബാക്കി പറയാം. അല്ലേ, ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് ശരിയായിട്ട് അവിടെ ഇരിക്കട്ടെ.